വെൽക്കം ടു മെഡ് ഹെഡ്. ഇന്ന് നോക്കാൻ പോകുന്നത് എക്സ്പെക്ടോറിൻ്റെ എമറ്റിക് ആണ്. ഭയങ്കര സിമ്പിളായ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല. ഓർഗാനിക് കെമിസ്ട്രി ബേസിക്കലി നമുക്ക് കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ട്. സോ എക്സ്പെക്ടോറിന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള സെക്രീഷൻസിനെ പുറത്തേക്ക് തള്ളുക. നമ്മൾ ചുമയ്ക്കുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി സെക്രീഷൻസ് പുറത്തേക്ക് വരില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് എക്സ്പെക്ടോറിനെന്ന് പറഞ്ഞാൽ കേട്ടോ. സോ എക്സാമ്പിൾ പൊട്ടാസ്യം അയോഡൈഡ്, അമോണിയം ക്ലോറൈഡ് ആണ്. സോ ഈ പൊട്ടാസ്യം അയോഡൈഡിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും ബേസിക് യൂസുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സിസ്റ്റമിക് ആസിഡിഫയർ ആണ്, എക്സ്പെക്ടോറന്റ് ആണ്, ഡയൂറട്ടിക് ആണ്. സോ സ്പെസിഫിക് അല്ല, ജനറൽ യൂസ് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുപോലെ പഠിക്കരുത്. എക്സ്പെക്ടോറിന് പഠിക്കുക. സോ സിസ്റ്റമിക് ആസിഡിഫയറും ഡയൂറട്ടിക്കും ജനറൽ യൂസ് മാത്രമാണ് കേട്ടോ. സോ ഇതാണ് എക്സ്പെക്ടോറന്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് എമറ്റിക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യുക അല്ലെ, ഏജന്റ് ഇൻഡ്യൂസിങ് വോമിറ്റിംഗ്. സോ നോർമലി പോയിസണിങ് കേസുകളിൽ എമറ്റിക്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എക്സാമ്പിൾ ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റ്, കോപ്പർ സൾഫേറ്റ് ആണ് എക്സാമ്പിൾ കേട്ടോ. ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റ് ആൻഡ് കോപ്പർ സൾഫേറ്റ്. സോ യൂസ് പറയുവാണെങ്കിൽ ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റിനെ ടാർട്ടാർ എമറ്റിക് എന്ന് പറയാറുണ്ട്. എമറ്റിക് ആണ്, ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. സോ ലീഷ്മാനിയാസിസ്, ഷിറ്റോസ്മൈസിസിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റിനുണ്ട് കേട്ടോ. സോ കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ എമറ്റിക് ആണ്, കെമിക്കൽ ആൻഡോട്ട് ഇൻ ഫോസ്ഫറസ് പോയിസണിങ്, എക്സ്റ്റേണൽ യൂസസ് ഇൻ അസ്ട്രിഞ്ചൻ ആൻഡ് ഫംഗിസൈഡ്. സോ കോപ്പർ സൾഫേറ്റ് എമറ്റിക്കും ആണ്, ഒരു കെമിക്കൽ ആൻഡോട്ട് ആണ് ഫോസ്ഫറസ് പോയിസണിങ്ങിൽ. പിന്നെ നമ്മൾ അസ്ട്രിഞ്ചൻ ആയിട്ടും ഫംഗിസൈഡും ആയിട്ടും നമ്മൾ എക്സ്റ്റേണൽ യൂസിലൊക്കെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോപ്പർ സൾഫേറ്റിനെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ ജനറൽ യൂസസ് ആണ്. നമുക്ക് ഓരോ ഡ്രഗ് ആയിട്ട് നമുക്ക് നോക്കാം. സോ സ്പെസിഫിക്സ് ഓൺ ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസ്, അമോണിയം ക്ലോറൈഡ്. സോ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സബ്സ്റ്റൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് വൺ ഈസ് അമോണിയം ക്ലോറൈഡ് ആണ്. നമുക്ക് ഓരോരോ ഇൻഡിവിജ്വൽ നമുക്ക് ഡ്രഗ് എടുത്ത് പഠിക്കാം കേട്ടോ. സോ അമോണിയം ക്ലോറൈഡ് ആണെങ്കിൽ സിനോണിയം അമോണിയം മ്യൂറേറ്റ്, സാൽ അമോണിക്ക, അംക്ലോർ എന്ന് പറയാം കേട്ടോ. സോ സിസ്റ്റമിക് ആസിഡിഫയർ ആണ്, എക്സ്പെക്ടോറന്റ് ആണ്, ഡയൂറട്ടിക് ആണ്. ഓൾറെഡി നമ്മൾ മെൻഷൻഡ് ആണ്. സിനോണിംസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് പൊട്ടാസ്യം അയോഡൈഡ് ആണ്, കല്ലി ഐഡിയം എന്നാണ് പറയുക, അല്ലെങ്കിൽ ഐഡോഡിയം എന്ന് ചില ബുക്കുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. സോ യൂസ് മൈൽഡ് എക്സ്പെക്ടോറന്റ് ആണ്. അതിനേക്കാൾ മോർ ഓവർ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് അയഡിൻ ആണ് അല്ലെ. പൊട്ടാസ്യം അയോഡൈഡിൽ അയഡിൻ ഉണ്ട്. സോ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗോയിറ്ററിന് ഉപയോഗിക്കാം. ആന്റി ഫംഗൽ ആണ്. വെറ്റിനറി പ്രാക്ടീസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് പൊട്ടാസ്യം അയോഡൈഡ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ആന്റിമണി പൊട്ടാസ്യം ടാർട്ടാറേറ്റ് ആണ്. ടാർട്ടാർ എമറ്റിക് എന്നാണ് സിനോണിം പറയുക, അല്ലെങ്കിൽ ടാർട്ടാർ ഓർ എമറ്റിക്സ് എന്നും പറയും. എമറ്റിക് ആണ്, ആന്റി മൈക്രോബിയൽ ഏജന്റ് ആണ്. സോ ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഫർദറിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് കോപ്പർ സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ, കുപ്രിക് സൾഫേറ്റ് എന്നൊക്കെയാണ് നമ്മളുടെ സിനോണിംസ് പറയുക. എമറ്റിക് ആണ്, കെമിക്കൽ ആൻഡോട്ട് ഇൻ ഫോസ്ഫറസ് പോയിസൺ നമ്മൾ ഓൾറെഡി മെൻഷൻഡ് ആയിരുന്നു. എക്സ്റ്റേണൽ യൂസസ് അസ്ട്രിജൻ ഫംഗിസൈഡ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് തരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഡ്രഗുകൾ 3 ഉണ്ട് നോക്കുക, അതിൻ്റെ യൂസുകളും കാര്യങ്ങളും നോക്കുക, മെൻഷൻ ചെയ്യുക. സിനോണിംസ് ആണ് ഇമ്പോർട്ടൻസ് വരിക. സോ നമുക്ക് സിലബസിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സുകൾ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള നമുക്കിനി ഒഫീഷ്യൽ കോമ്പൗണ്ട്സ് ആണ്, പിന്നെ ആസിഡ് ബേസ് ബഫർ ആണ്. അതും കൂടെ ആകുമ്പോൾ ഏകദേശം നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി കഴിയും. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ.